ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുകയാണ്. യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഇത് MP രാജേഷാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നതെന്നുള്ളതാണ് പ്രത്യേകത. മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നത് ഒരു വിവാദം തന്നെയായി മാറുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതിനെ ചൊല്ലി വിവാദവും ഉയരുന്നുണ്ട്. 22-ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു കോർപ്പറേഷന്റെ വാദം. എന്നാൽ MT വാസുദേവൻ നായരുമായി വേദി പങ്കിടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാശിയാണ് അഭിമാന പ്രഖ്യാപനത്തിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് കോർപ്പറേഷനിലെ പ്രതിപക്ഷ ആരോപണം. യുനെസ്കോ പ്രഖ്യാപിച്ച സാഹിത്യ നഗര പദവിക്ക് കോഴിക്കോട് അർഹത നേടിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. പ്രഖ്യാപനത്തിനായി മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു കോർപ്പറേഷൻ. ഇന്നലെ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് ഉദ്ഘാടകനായി മുഖ്യമന്ത്രി കോഴിക്കോട്ടെത്തി. എന്നാൽ ഇന്നത്തെ സാഹിത്യ നഗര പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ മടങ്ങി. KLF-ൽ MT വാസുദേവൻ നായർ മുഖ്യമന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോടുള്ള വൈരാഗ്യം എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ സ്വയം സന്നിധാനാവാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചെറിയൊരു കാര്യം കൊണ്ടാണോ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോഗോ പ്രകാശനത്തിനൊപ്പം കോർപ്പറേഷന്റെ വജ്രജൂബിലി സമ്മാനദാന സമർപ്പണം നടത്താനും നിശ്ചയിച്ചത് മുഖ്യമന്ത്രിയെയായിരുന്നു. പരിപാടിയുമായി സഹകരിക്കാൻ തീരുമാനിച്ച കോർപ്പറേഷനിലെ പ്രതിപക്ഷം ഭരണസമിതിയുടെ വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണ്. ഈ ലോഗോ പ്രകാശനത്തിന് മുഖ്യമന്ത്രിയുടെ ഡേറ്റ് കിട്ടാൻ ഉള്ള കാലതാമസം കൊണ്ടാണ് ഇത്ര വൈകിയത് എന്നാണ് കഴിഞ്ഞ കൗൺസിലർമാരുടെ യോഗത്തിൽ മേയറും ഡെപ്യൂട്ടി മേയറും പറഞ്ഞു. നമ്മൾ പറയുകയാണെങ്കിൽ മുറ്റത്തെത്തി മുഖ്യമന്ത്രി, എന്നിട്ടും ഈ പരിപാടിയിൽ നിന്ന് നമ്മൾ കോഴിക്കോട് കോർപ്പറേഷന് അത്ര തന്നെ പ്രിയമില്ല എന്ന് കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി മാറിപ്പോകുന്നത്. ഇന്ന് മന്ത്രി MP രാജേഷ് സാഹിത്യ നഗരം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. റിപ്പോർട്ടർ, കോഴിക്കോട്.